ചക്കയുടെ നടുക്കുള്ള ഭാഗം അതിന് ഞങ്ങൾ പൂഞ്ചെന്നാണ് പറയുന്നത്. അതൊന്ന് തോരൻ വെച്ചാലോ? പൂഞ്ചിനെ വളരെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള കൂടി അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. എടുത്ത സവാള കുറച്ച് വലുതായതുകൊണ്ട് അതിൻ്റെ 1/4 ഭാഗം മാത്രമേ ചേർത്തുള്ളൂ. പിന്നെ കടുക് താളിക്കണം. കടുക് താളിച്ചപ്പോൾ ഒരല്പം ജീരകം കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ ഒരല്പം ഉഴുന്ന് ചേർത്ത് അതൊരു ബ്രൗൺ കളറായപ്പോൾ അതിലേക്ക് സവാള ഇട്ട് വഴറ്റി. സാധാരണ തോരൻ വെക്കുമ്പോൾ സവാള സെപ്പറേറ്റ് വഴറ്റാറൊന്നുമില്ല, പക്ഷേ ഇത്തവണ ഞാൻ സെപ്പറേറ്റ് ആണ് വഴറ്റിയത്. അത് കഴിഞ്ഞ് ഞാൻ പൂഞ്ചിട്ട് കൊടുത്തു. ഒരു 2 മിനിറ്റ് അതും കൂടി വഴറ്റിയെടുത്തു. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. പൂഞ്ച് വെന്ത് വരുന്നതിനിടയ്ക്ക് അരപ്പ് തയ്യാറാക്കാം. തോരത്തിന് ആവശ്യമായിട്ടുള്ള തേങ്ങ എടുത്തു. അതിലേക്ക് എരിവിനനുസരിച്ചുള്ള പച്ചമുളകും ചേർത്ത് കൊടുത്തു. ഇങ്ങനെയുള്ള തോരത്തിനൊക്കെ പെരിഞ്ജീരകമാണ് ചേർക്കേണ്ടത്. പക്ഷെ പെരിഞ്ജീരകം ഇല്ലാതിരുന്നത് കൊണ്ട് ഒരല്പം മസാല പൊടിച്ചത് ചേർത്ത് കൊടുത്തു. പിന്നെ ഈ തോരനിൽ അല്പം മല്ലിപ്പൊടി കൂടി അരച്ചപ്പോൾ ചേർത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ചേർത്ത് ക്രഷ് ചെയ്തതിന് ശേഷം ഇളക്കി എടുക്കണം. ഈ സമയത്ത് ഞാൻ ഉപ്പും ഒരല്പം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൂഞ്ച് തോരൻ റെഡിയായി.